നമ്മുടെ ജസ്റ്റ് ഇവിടെ നമുക്ക് വേസ്റ്റായിട്ട് കിടക്കുന്നൊരു മുട്ടൻ പ്ലാങ്ക് ഞാൻ ജസ്റ്റ് കഴുകിയെടുത്താണ്. ഓക്കെ, ജസ്റ്റ് ഉണങ്ങാതെ ഇത് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ടോട്ടൽ മെഷർമെൻറ്റ് എടുക്കുക. മെഷർമെൻറ്റ് ഇതിലിപ്പം ടോട്ടൽ മെഷർമെൻറ്റ് കാണുന്നതെന്ന് വെച്ചാൽ 24 ഇഞ്ചാണ് മെഷർമെൻറ്റ് കാണുന്നത്. അപ്പോൾ 24 എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ജസ്റ്റ് സെൻറ്റർ പോർഷൻ 12 സെൻറ്റിമീറ്റർ നമ്മൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടും നമുക്ക് 3 എണ്ണമാണ് നമ്മളിതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലത്തെ ബോട്ടിൽസ് 3 എണ്ണം ചെയ്യണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക അതിൻ്റെ അടുത്ത സെക്ഷനാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൽ നിന്ന് 6 എടുക്കുക. അതായത് ടോട്ടൽ വരുമ്പോൾ 6 ഇഞ്ചും കൂടെ ഇവിടേക്ക് നമ്മൾ പോർഷൻ എടുക്കുക. 1 2 3 4 5 6. അപ്പോൾ അടുത്ത സെൻറ്റർ കിട്ടിയത് അവിടെയാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഏകദേശം ഒരു സൈഡിലേക്കായിട്ട് നമ്മളൊരു 20 എടുക്കുകയാണ്. 20 ഇഞ്ചസിൻ്റെ ടോട്ടൽ 24 വിട്ടിട്ട് ഒരു 20 ഇഞ്ചസിൽ പിന്നെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടുന്നും 4 വിട്ട്, അപ്പോൾ 4 കറക്റ്റ് മാർക്ക് ചെയ്താൽ 4 വിട്ട് 24 4 വിട്ട് 20 ഇവിടെ 4 നമ്മൾ മാർക്ക് ചെയ്തു. ഈ 3 സ്പേസിലാണ് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ മൂടി നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് എന്താ ഏകദേശം മനസ്സിലാവുമല്ലോ എന്താ നമ്മളിതുപോലെ നമ്മളവിടെ സ്ക്രൂ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ബോട്ടിൽ അതിലേക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതവിടെ വീഴാണ്ടിരിക്കും. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഓരോ മാർക്ക് ചെയ്ത് വെച്ചെടുത്ത് ഈ ബോട്ടിലിൻ്റെ മൂടി ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ഇറക്കും. ജസ്റ്റ് ഇങ്ങനെ അതിനകത്തോട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുക. നല്ല ടൈറ്റായിട്ടുള്ള കുറച്ച് തടിച്ച ടൈപ്പ് സ്ക്രൂ ടോപ്പിൽ വീതിയുള്ളതാണെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കും അത്. അപ്പോൾ അതിങ്ങനെ ഇരുന്നു. ഇതിപ്പോൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചതിന് ശേഷം വേണ്ട ഈ ബോട്ടിൽ ഇങ്ങനെ നമുക്ക് തിരിച്ച് അതിനകത്തേക്ക് എത്താൻ നമുക്ക് ആവശ്യത്തിന് ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്യാനോ ചെയ്യുമ്പോഴും ഇതിങ്ങനെ ഇരിക്കും. അതിന് വീണ് പോകത്തില്ല. ആ പ്ലാങ്കിൻ്റെ മേളിൽ തന്നെ ഇരിക്കും. നമുക്കൊരു ജസ്റ്റ് ഷോക്കേസിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വിൻഡോ സൈഡിലൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഞാൻ 3 എണ്ണം ഫിക്സ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ 3 കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഈ പ്ലാങ്കിൻ്റെ മേളിൽ ഇത് ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കും. അങ്ങനെ വീണ് പോകത്തില്ല. ഇനി നമ്മളിതിനകത്ത് മണ്ണിട്ട് പ്ലാന്റ് ചെയ്തതിന് ശേഷം ഉള്ള ഒരു വ്യൂ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ഇതുപോലെ ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ചകിരിയോ അല്ലെങ്കിൽ തുണിയുടെ കഷ്ണമോ ഇതിൻ്റെ അടിയിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഹോൾസ് മണ്ണ് പുറത്തേക്ക് പോകുന്നത് ഇല്ലാണ്ടാവും. അതിനുശേഷം നമ്മളിതിലേക്ക് മണലിട്ട് കൊടുക്കണം. ജസ്റ്റ് നമ്മൾ പോട്ടിംഗ് മിക്സ് ഉണ്ടാവുമായിരിക്കും. അങ്ങനെയെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചായിരുന്നു നമ്മൾ നേരത്തെ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റി തന്നെ മണൽ അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പ്ലാന്റ് എടുത്ത് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ ജസ്റ്റ് കൈൻ്റെ വിരലുകൊണ്ട് തന്നെ ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ സംഭവം നന്നായിട്ട് ഇരുന്നോളും. എന്നിട്ട് നമ്മളതിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല ഫിക്സായിട്ട് സാധനം ഇരിക്കും. ഇതുപോലെ ഇരിക്കും. ഞാനത് മൊത്തത്തിൽ എല്ലാ പ്ലാന്റ്സും നട്ടതിന് ശേഷമുള്ള വ്യൂ എടുക്കാം. ഈ പ്ലാങ്ക് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെയാണ്. ഇതാണ് ലാസ്റ്റ് വ്യൂ. അപ്പോൾ ഇതിൽ ഈ ബോട്ടിൽ രാത്രിയിലാവുമ്പം നോർമലി ഇങ്ങനൊരു ഇതുണ്ടാവും. ജസ്റ്റ് ഒരു തിളക്കം ഉണ്ടാകുന്ന ബോട്ടിലാണ്. ഇതുപോലെ അതിൻ്റെ നേരത്തെ വെച്ച ബോട്ടിലിൻ്റെ ഔട്ടർ പാർട്ട് അപ്പർ പാർട്ട് ഇങ്ങനെയാണ് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫൈനൽ വ്യൂ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ വ്യൂ ഉണ്ടാകുന്നത്. ഇപ്പം ഇതിൽ ഈ പ്ലാങ്ക് കുറച്ച് നല്ല പ്ലാങ്ക് ഇത് തന്നെ നമുക്കിപ്പം ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷം നല്ല രീതിക്ക് ഒരു വാർണിഷൊക്കെ ചെയ്താൽ കുറച്ചുകൂടി ലുക്ക് ഉണ്ടാവും. നമുക്ക് ഷോക്കേസിൻ്റെ സൈഡിലോ വിൻഡോ സ്പേസിലൊക്കെ ആയിട്ട് വയ്ക്കാൻ പറ്റും.
ഈ 3 ബാക്കിയൊക്കെ ഞാൻ നേരത്തെ ചെയ്തത് നട്ടുവെച്ചതായ പ്ലാന്റ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക.